അസ്സലാമു അലൈക്കും. നമുക്കെന്തെങ്കിലും മത്തി ഫ്രൈ ഉണ്ടാക്കിയാലോ എന്നാൽ കണ്ടോളി കേട്ടോ. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുക. ഒരു സ്പൂൺ ഒരു 1.5 സ്പൂൺ ഇട്ടാൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതില്ലേ കുറച്ച് ഉപ്പിടണം കേട്ടോ, ഞാൻ ഉപ്പിടാൻ മറന്നത്. ഈ മസാലയ്ക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മത്തി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വേവല്ലേ ഉള്ളൂ, പെട്ടെന്നാവും. നമുക്ക് ഈസി റെസിപ്പിയാണത്. അത് കണ്ടില്ലേ, ഇപ്പോൾ സിമ്പിൾ ഐറ്റംസാണ്, നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസുകളാണ്. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലും എല്ലായിടത്തും ആവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഗ്രേവിയൊക്കെ വറ്റി ഫ്രൈ ആയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചോറൊക്കെ വാവ് സെറ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അടിപൊളിയാണ്, കാണാൻ തന്നെ എന്തൊരു മൊഞ്ചല്ലേ, കഴിക്കാനും സെറ്റാണ്. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ.